ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എസ്തേർ 3-ാം അധ്യായം. ഹാമാൻ യഹൂദർക്കെതിരെ. ഇവയ്ക്ക് ശേഷം അഹസ്വേരോസ് രാജാവ് അഗാഗ് വംശജനും ഹമ്മെദാഥയുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി. അവനെ മറ്റ് പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു. കൊട്ടാരവാതിൽക്കലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാന്റെ മുമ്പിൽ കുമ്പിട്ട് ആദരം കാണിച്ചു. അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി മുട്ടുമടക്കുകയോ അവന് വണങ്ങുകയോ ചെയ്തില്ല. കൊട്ടാരവാതിൽക്കലുള്ള സേവകന്മാർ മൊർദെഖായിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കരിക്കുന്നത്? പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോ എന്നറിയാൻ വിവരം അവർ ഹാമാനോട് പറഞ്ഞു. താൻ യഹൂദനാണെന്ന് മൊർദെഖായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി. മൊർദെഖായിയുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി. മൊർദെഖായിയുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരോസിന്റെ രാജ്യത്തു നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. അഹസ്വേരോസ് രാജാവിന്റെ 12-ാം ഭരണവർഷം ആദ്യമാസമായ നീസാൻ മാസം ഹാമാന്റെ മുമ്പിൽ വച്ച് അവർ ദിനംതോറും കുറിയിട്ടു. 12-ാം മാസമായ ആദാർ വരെ അവർ ഒരു മാസവും മുടങ്ങാതെ അത് തുടർന്നു. പിന്നെ ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടേതിൽ നിന്ന് ഭിന്നമാണ്. അവർ രാജാവിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവരെ വച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിന്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ 10,000 താലന്ത് വെള്ളി നൽകാം. അതനുസരിച്ച് രാജാവ് തന്റെ മുദ്രമോതിരമൂരി യഹൂദരുടെ വിരോധിയും ഹമ്മെദാഥയുടെ മകനും അഗാഗ്യനുമായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട് പറഞ്ഞു, ഈ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ. ആ ജനതകളോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. ആദ്യമാസം 13-ാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹാമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി. രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിൻ്റെ ഭാഷയിലും അഹസ്വേരോസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്ര വച്ചു. സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു.